തൃശൂർ മലക്കപ്പാറ റോഡ് തടഞ്ഞ കാട്ടാന കബാലിയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ. തമിഴ്നാട് സ്വദേശികളാണ് ആനയ്ക്ക് തൊട്ടരികിൽ വാഹനം ഓടിച്ചെത്തി പ്രകോപനം ഉണ്ടാക്കിയത്. பின்னாடி வாங்க. MS ലിഷോയ് ചേർന്ന വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും. ലിഷോയ്, ഗുഡ് മോർണിംഗ്. കബാലി മതപ്പാടിലാണ്, അതുകൊണ്ട് തന്നെ ആരും പ്രകോപനം ഉണ്ടാക്കരുത്, അതുവഴി പോകുന്നവർ ശ്രദ്ധിക്കണം തുടങ്ങി പല കാര്യങ്ങളും വനം വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ എന്നിട്ടും യാത്രക്കാർ കബാലിയെ പ്രകോപിപ്പിക്കുകയാണല്ലോ. ആന ഇപ്പോഴും സ്ഥലത്ത് തുടരുന്നുണ്ടോ? എന്താണ് ഉണ്ടായത്? മോദി, ഇത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. അതായത് മിനിഞ്ഞാന്ന് വൈകുന്നേരം മുതൽ 2:30 മുതൽ കബാലി ഈ മേഖലയിൽ നിലയുറപ്പിച്ചതാണ്. പിന്നീട് ഇന്നലെ പുലർച്ചെയാണ് കബാലി അവിടെ നിന്ന് മാറിയത്. അതായത് ഏകദേശം 12 മണിക്കൂറിലധികം ആന അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അതിന് ശേഷം വീണ്ടും ഇന്നലെ രാവിലെ ഇതേ സ്ഥലത്ത് തന്നെ എത്തുകയും അങ്ങനെ കുറെ നേരം നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് 2:30 മുതൽ ഉച്ചയ്ക്ക് 2:30 മുതൽ ആ ഭാഗത്ത് നിന്നും വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്നും വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിട്ടിരുന്നില്ല. രാത്രി ഏറെ വൈകിയും പുലർച്ചെയും ഒക്കെ തന്നെയാണ് ഈ വാഹനങ്ങൾക്ക് ആന റോഡിൽ നിന്ന് പന കുത്തിമറിച്ചിട്ടിരുന്ന കാരണം അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. എല്ലാ വാഹനങ്ങളും നിർത്തിയിട്ടിരുന്ന സ്ഥലത്താണ് KSRTCയുടെ വിനോദയാത്രാ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്ന സമയത്താണ് ഇവിടെ മറ്റൊരു വാഹനത്തിൽ തമിഴ്നാട് സ്വദേശികൾ എത്തുകയും അവർ ഈ ആനയ്ക്ക് മുൻപിലേക്ക് നേരെ വാഹനം കൊണ്ടുപോവുകയും ആനയ്ക്ക് തൊട്ടടുത്ത് വാഹനം നിർത്തി വാഹനത്തിന്റെ ഹോൺ മുഴക്കി അവിടെ നിൽക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ഈ സംഭവത്തിന് പിന്നാലെ ഇവർ അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്തു. പക്ഷേ ഈ ആന പിന്നീട് വന്ന പല വാഹനങ്ങളും കുത്തിമറിച്ചിടുകയാണ് ഉണ്ടായത്. അതായത് ഇവർ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് ആന വലിയ തോതിൽ പ്രകോപിതനാവുകയും പിന്നീട് ഏകദേശം 5ഓളം കാറുകൾ ആന കുത്തി തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. അതായത് ഇരുചക്ര വാഹനങ്ങളും എടുത്തെറിയുകയും ഒക്കെ തന്നെ ചെയ്തു. കൂടാതെ ഈ ആനയെ കണ്ട് ഭയന്ന് 2 യുവാക്കൾ ആഴത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ പിന്നീട് ആ തൊട്ടടുത്ത വാഹനങ്ങളൊക്കെ തന്നെ കിടന്നിരുന്ന സ്ഥലത്തെ ആളുകൾ ഇറങ്ങി കയറിട്ട് നൽകിയാണ് പിന്നീട് ഈ 2 യുവാക്കളെ മുകളിലേക്ക് കയറ്റി രക്ഷിച്ചത്. അങ്ങനെ വലിയ തോതിൽ ആനയെ പ്രകോപിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിച്ച ഈ ഒരു സംഭവം. കാട്ടാന കബാലിയെയാണ് അതുവഴി പോയവർ പ്രകോപിപ്പിച്ചത്. വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്. ഇനി തമിഴ്നാട് സ്വദേശികളാണ്, ഈ മുന്നറിയിപ്പിനെ കുറിച്ച് ധാരണ ഇല്ലായിരിക്കാം എന്നൊക്കെ നമുക്ക് ഓർക്കാമെങ്കിലും ആരുടെ ഭാഗത്തുനിന്നും ഇത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. വന്യമൃഗങ്ങളോട് ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല എന്നത്, പ്രകോപിപ്പിച്ചാൽ എന്തുണ്ടാവുമെന്നത് സ്വാഭാവികമായി നമുക്കറിയാം. എന്തുകൊണ്ടോ കബാലി തിരിച്ച് അത്ര രൂക്ഷമായി പ്രതികരിച്ചില്ല എന്നത് ഭാഗ്യം മാത്രമായി കരുതുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്ന് തോന്നുന്നു. MS ലിഷോയാണ് വിശദവിവരങ്ങൾ നൽകിയത്.